ഓം ശാന്തി. സോഷ്യൽ മീഡിയയ്ക്ക് മുൻപുള്ള പുരുഷാർത്ഥവും സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള പുരുഷാർത്ഥവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കി തരുന്ന ചെറിയ ഒരു സ്കിറ്റാണിത്. ഒറ്റപ്പാലം ഈശ്വരീയ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റ് വളരെ ഇഷ്ടത്തോടെ നമുക്ക് കാണാം. ഇതിലെ നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാം. തീവ്ര പുരുഷാർത്ഥത്തോടെ മുന്നോട്ടു പോകാം. शांति स्वरूप हूँ, I am peaceful soul. ഓം ശാന്തി. രമാമാതാജി, ഇന്ന് അമൃതവേള എങ്ങനെ ഉണ്ടായിരുന്നു? ഓം ശാന്തി ദീദി. ഞാൻ അമൃതവേളയ്ക്ക് 3 മണിക്ക് എഴുന്നേറ്റു. ബാബയുടെ ചിത്രത്തിൻ്റെ മുന്നിലിരുന്ന് 1 മണിക്കൂർ വളരെ നന്നായിട്ട് യോഗം ചെയ്തു. പിന്നെ മുരളി വായിച്ചു. മനസ്സൊരുപാട് ശാന്തമായിരുന്നു സിസ്റ്റർ. വളരെ നിറഞ്ഞൊരു അനുഭൂതി എനിക്കുണ്ടായി. പറയൂ അമ്മു മാതാജി, ഉമാമാതാജി, അമൃതവേള യോഗം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ചെയ്തോ? അതെ സിസ്റ്ററെ, വളരെ നന്നായി ചെയ്യാൻ പറ്റി. എനിക്കും സിസ്റ്ററെ വളരെ നന്നായി ചെയ്യാൻ പറ്റി. വളരെ നല്ലത് മാതാജി. നമ്മുടെ സാധനയുടെ ശക്തി എന്താണെന്നറിയാമോ? എന്താണ് സിസ്റ്റർ, ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും മാതാജി. ഏകാഗ്രത. ഫോണിലില്ല, ടി വിയിലില്ല, ഡിസ്ട്രാക്ഷൻ ഇല്ല, ബാബയും ഞാനും മാത്രം. ഈ ഏകാഗ്രത കൊണ്ടാണ് നമുക്ക് സുമാനമുണ്ടാകുന്നത്. ഞാൻ ആത്മാവാണ്, ശാന്ത സ്വരൂപമാണ്. ഈ അനുഭവം ചെയ്യാൻ പറ്റുന്നത്. ഓം ശാന്തി. ഞാൻ ശാന്ത സ്വരൂപം. ബാബയുടെ പ്രേമത്തിൻ്റെ കിരണങ്ങൾ എന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Loveful soul. Shanti ഓം ശാന്തി. അനു സിസ്റ്റർ, ഇന്ന് അമൃതവേള എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? സിസ്റ്റർ, 3 മണിക്ക് അലാറമൊക്കെ വെച്ചിരുന്നു. പക്ഷെ ഉറക്കം വന്നു. 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഫോണൊന്ന് എടുത്ത് നോക്കി. വാട്സപ്പിൽ 50 മെസ്സേജ്, ഇൻസ്റ്റാഗ്രാമിൽ പുതിയ റീൽസ്. അപ്പോഴേക്കും സമയം പോയി സിസ്റ്റർ. അപ്പോൾ ഇന്ന് യോഗം ചെയ്തില്ലേ? യോഗം ചെയ്യാൻ സമയം കിട്ടിയില്ല? സിസ്റ്റർ, 10 മിനിറ്റ് യോഗം ചെയ്യാനിരുന്നു. പക്ഷേ മനസ്സ് മുഴുവൻ ആ പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടിയെന്നായിരുന്നു. യോഗം ചെയ്യുന്ന സമയത്ത് പോലും ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിപ്പോയി. സ്ക്രോൾ, ലൈക്ക്, കമൻറ്റ്, കമ്പാരിസൺ. ഞാൻ ആരാ? അവളേക്കാൾ ഞാൻ മോശമാണോ? അനു സിസ്റ്റർ, ബാബ എപ്പോഴും നമ്മളോട് പറയാറുള്ളത് എന്താണ്? ഏകാന്തതയിൽ ഏകാഗ്രതയുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഏകാന്തത പോലും നമ്മുടെ കയ്യിലുള്ള ഫോണാണ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അനു സിസ്റ്ററെ, ഞങ്ങളുടെയൊക്കെ സമയത്ത് മുരളി കിട്ടാൻ 2 ദിവസം ഞങ്ങൾ കാത്തിരിക്കണം. അത് കയ്യിൽ കിട്ടുമ്പോൾ ബാബയുടെ ഓരോ വാക്കും ഞങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഇറങ്ങാറുള്ളത്. അതിൻ്റെ ആധാരത്തിലായിരുന്നു ബാബയെ ഓർമ്മിച്ചത്. അതെ, ഞങ്ങളുടെ കാലത്തൊക്കെ വളരെ ഈസിയായി. ഇപ്പോൾ മുരളി ഓഡിയോ ആയിട്ടും PDF ആയിട്ടും എല്ലാ രീതിയിലും കിട്ടുന്നുണ്ട്. പക്ഷെ സിസ്റ്റർ, കേൾക്കാൻ സമയമേ കിട്ടാറില്ല. 1 മിനിറ്റിലെ റീൽ കാണാൻ തന്നെ 1 മണിക്കൂറാണ് ചിലവാകുന്നത്. സഹോദരിമാരെ, ഞാനൊരു കാര്യം പറയട്ടെ. ടെക്നോളജി ഒരിക്കലും തെറ്റല്ല. പക്ഷേ നമ്മൾ ടെക്നോളജിയുടെ അടിമയായിട്ട് മാറാൻ പാടില്ല. നോക്കൂ, ബാബ പോലും നമ്മളോട് പറഞ്ഞത്
സ്വരാജ്യ അധികാരിയായിട്ട് മാറാനാണ്. അതായത് നമ്മുടെ സമയത്തിൻ്റെയും മനസ്സിൻ്റെയും രാജാവ് നമ്മളായി മാറും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കൂ. അമൃതവേളയിൽ നിർബന്ധമായും ഫ്ലൈറ്റ് മോഡിൽ വയ്ക്കും. അതായത് ഞാനും ബാബയും മാത്രം. നിങ്ങൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കൂ. ഇതിലൂടെ എൻ്റെ സമയവും ശക്തിയും പാഴാകുന്നുണ്ടോ? സോഷ്യൽ മീഡിയ ജ്ഞാനം പകർന്നു കൊടുക്കാനുള്ള സാധനാക്കി മാറ്റും. അതിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ജ്ഞാനത്തിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യൂ. മനസ്സിലായോ? മനസ്സിലായി സിസ്റ്റർ. ഫോൺ എൻ്റെ യജമാനനല്ല, ഞാൻ അതിൻ്റെ യജമാനനാകും. ഓം ശാന്തി. ॐ